ഹലോ, വെൽക്കം ബാക്ക് ടു ഋഷീസ് ക്ലാസ്സസ്. എല്ലാവരും നന്നായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് A+ കിട്ടും. A+ വാങ്ങാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. തീർച്ചയായിട്ടും ഇനി സമയമുണ്ട്, നിങ്ങൾക്ക് A+ലേക്ക് നിങ്ങൾ എത്തിച്ചേരുക. ഇന്ന് ഞാനിവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. മലയാളം മീഡിയത്തിനും ഇംഗ്ലീഷ് മീഡിയത്തിനും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഈ ക്ലാസ് ഇവിടെ എടുക്കുന്നത്. നിങ്ങൾ എൻ്റെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇതിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് 5 റിയാക്ഷൻസ് ആണ്. അത് പഠിച്ചു വെച്ചാൽ എങ്ങനെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റും. അപ്പം നമുക്കിത് നോക്കാം. ഇപ്പം ഒന്നാമത് CH4+Cl2 മീഥെയ്ൻ ക്ലോറിനുമായിട്ട് സംയോജിക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന എന്താണ്? ക്ലോറിൻ 2 ക്ലോറിൻ ആറ്റങ്ങളാണ് ഒരു തന്മാത്രയിലുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജനെ നീക്കം ചെയ്തിട്ട് ഒരു ക്ലോറിൻ വരും. അപ്പോൾ എന്തെഴുതാം? CH3Cl പ്ലസ് പിന്നെ ബാക്കി ആ റിമൂവ് ചെയ്ത എച്ചും ഇതിലുള്ള ഒരു ക്ലോറിനും ചേർന്ന് +HCl. ഈ റിയാക്ഷന് പറയുന്ന പേരെന്താണ്? ആദേശ രാസപ്രവർത്തനം, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓർത്ത് വെക്കണം. ആദേശ രാസപ്രവർത്തനം. അടുത്തത് CH∼CH ഈഥൈൻ ആണ്. ഈഥൈൻ ഹൈഡ്രജനുമായിട്ട് ചേർന്നു നിക്കൽ കാറ്റലിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ. ഒരു ഉൽപ്രേരകം നിക്കൽ ഇവിടെയുണ്ട്. അപ്പോൾ ഇത് സംയോജിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം ഇത് ട്രിപ്പിൾ ബോണ്ടാണ്, ഇത് അപൂരിതമാണ്, അൺസാച്ചുറേറ്റഡ് ആണ്. അപ്പോൾ ഇതിൽ ഹൈഡ്രജൻ വന്നു ചേരുമ്പോൾ തീർച്ചയായിട്ടും ഇത് 2 ഭാഗത്തായിട്ട് ഓരോ ഹൈഡ്രജൻ വരും. അപ്പോൾ അതിന് വരുന്ന മാറ്റം എന്താണ്? CH2 ഡബിൾ ബോണ്ട് CH2. ഇവിടെ 3ഉം 2ഉം 5 എന്ന് പറയുന്ന പോലെ ഇത് വന്ന് ചേർന്നു. അപ്പൊ നമ്മൾ എന്താണ് ഈ റിയാക്ഷന് പറയുന്നത്? അഡീഷൻ റിയാക്ഷൻ. അഡീഷൻ രാസപ്രവർത്തനമാണ് ഇവിടെ. അപ്പൊ ഇവിടെ ഇതിൽ വീണ്ടും നമ്മൾ ഹൈഡ്രജൻ കൊണ്ടുവന്നാൽ നിക്കൽ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ എന്താകും? ഇത് സിംഗിൾ ബോണ്ടായി മാറും. CH3 സിംഗിൾ ബോണ്ട് CH3 ആകും. അപ്പൊ ഫൈനൽ പ്രോഡക്റ്റ് എന്തായി മാറും? ഈഥൈനായി മാറും. വീണ്ടും നമ്മൾ ഹൈഡ്രജൻ ചേർത്താൽ. ഇനി അടുത്തത് NCH2 ഡബിൾ ബോണ്ട് CHCl. ഇതെന്താണ്? വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന സാധനമാണിത്. വിനൈൽ ക്ലോറൈഡ്. ഇത് N എണ്ണം എടുക്കുക. അതായത് ഒരു മാല നമ്മൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു, കുറേ മുത്തുകൾ വേണം, അതിലൊരു മുത്താണ്. അപ്പം നമുക്കൊരു വലിയ മാല ഉണ്ടാക്കാം. ഇവിടെ ഇതിന് മോണോമർ എന്ന് പറയും. മോണോമർ. അപ്പം ഇവിടെ വിനൈൽ ക്ലോറൈഡ് മോണോമറാണ്. കുറേ അസംഖ്യം മോണോമറുകൾ എടുത്തിരിക്കുന്നു. നമുക്ക് കിട്ടുന്നത് പോളിമറാണ്. ആ പോളിമറിന്റെ സ്ട്രക്ചർ എഴുതാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നോക്കുക, N നമ്മൾ മാറ്റിയിട്ട് CH2 ഡബിൾ ബോണ്ട് എന്നുള്ള മാറി സിംഗിൾ ബോണ്ട് CHCl. ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ്, പുറത്ത് N. ഈ പ്രോസസ്സിന് പറയുന്ന പേര് പോളിമറൈസേഷൻ. ഇപ്പൊ ഇവിടെ വിനൈൽ ക്ലോറൈഡ് പോളി വിനൈൽ ക്ലോറൈഡ് ആയി മാറുന്നു. നിങ്ങൾക്കറിയാം പോളി വിനൈൽ ക്ലോറൈഡിന്റെ പുറത്ത് PVC നമുക്ക് വളരെയധികം പ്രയോജനമുള്ള ഒരു വസ്തുവാണ്. ഇൻഡസ്ട്രിയലി ഇത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, PVC. അതേപോലെ മറ്റു പലതുമുണ്ട്. പോളിത്തീൻ, ഈഥീൻ, കുറേ എണ്ണം ചേരുമ്പോൾ പോളിത്തീൻ ഉണ്ടാകുന്നു. ഇതൊക്കെ ചോദിക്കാം പരീക്ഷയ്ക്ക്. ഇനി അടുത്തത് CH4+2O2. ഇവിടെ ഹൈഡ്രോ കാർബൺ ഓക്സിജന്റെ പ്രസൻസിൽ കത്തുകയാണ്. കത്തുക എന്ന് പറയുമ്പോൾ ജ്വലനം. അപ്പൊ ഇവിടെ ഹൈഡ്രോ കാർബൺ ഓക്സിജനുമായി ചേരുമ്പോൾ അല്ലെങ്കിൽ ഓക്സിജനിൽ കത്തുമ്പോൾ കിട്ടുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ്. സാധാരണ നമുക്ക് കത്തുമ്പോൾ
വാട്ടർ കിട്ടാറുണ്ടോ? ജലം കിട്ടുമോ കത്തുമ്പോൾ? ഇല്ല. പക്ഷെ ഇവിടെ ഓർക്കുക, ഹൈഡ്രോ കാർബൺ ഓക്സിജനിൽ കത്തുമ്പോൾ കിട്ടുന്ന പ്രോഡക്ട്സ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ്. ഇത് നമുക്ക് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് നോക്കാം. ഇവിടെ നമുക്ക് കാർബൺ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ എക്സ് CO2. അപ്പം ഇവിടെ കാർബൺ ഒന്നേ ഉള്ളൂ, ഒരു CO2. എന്നിട്ട് ഇവിടെ 4 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് Y/2 H2O. ഇവിടെ Y/2 വരുമ്പോൾ ഇവിടെ 4 ഉണ്ടെങ്കിൽ ഇവിടെ 2 H2O. അപ്പം നിങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് ഹൈഡ്രോ കാർബൺ കത്തുമ്പോൾ ഏത് ഹൈഡ്രോ കാർബൺ ആണെങ്കിലും അതിന്റെ ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമാണെങ്കിൽ ആ ഒരു പ്രക്രിയ എന്താണ്? ജ്വലനം അല്ലെങ്കിൽ കമ്പഷൻ. ജ്വലനം. ഇനി അടുത്തത് CH3 CH2 CH3, ഒരല്പം വലിയ ഒരു ഹൈഡ്രോ കാർബൺ നമ്മൾ ഓക്സിജന്റെ ആബ്സെൻസിൽ കത്തിക്കുന്നു. ചിലപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ചോദിക്കാം. ഇവിടെ ഓക്സിജന്റെ പ്രസൻസിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ്. ഓക്സിജന്റെ ആബ്സെൻസിൽ ഇത് കത്തുന്നതിന് പറയുന്നത് തെർമൽ ക്രാക്കിംഗ് അല്ലെങ്കിൽ താപീയ വിഘടനം അല്ലെങ്കിൽ തെർമൽ ഡീകമ്പോസിഷൻ എന്ന് പറയും. അപ്പോൾ ഇതെന്താകും? വലിയ ഒരു ഹൈഡ്രോ കാർബൺ സ്പ്ലിറ്റായി ചെറിയ ചെറിയ ഹൈഡ്രോ കാർബണുകളായി മാറുന്നു. അത് നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചറിനനുസരിച്ച് ചിലപ്പോൾ 2-3 പ്രോഡക്റ്റ് ആകാം, ചിലപ്പോൾ 2 പ്രോഡക്റ്റ് ആകാം, അങ്ങനെ വ്യത്യാസം വരും. അപ്പൊ ഇവിടെ CH3 CH2 CH3 എന്ന് പറയുന്നത് ഇത് പ്രൊപ്പെയിൻ ആണ്. ഈ പ്രൊപ്പെയിൻ താപീയ വിഘടനത്തിന് വിധേയമാകുമ്പോൾ അല്ലെങ്കിൽ തെർമൽ ഡീകമ്പോസിഷൻ നടന്നാൽ ഉണ്ടാകുന്ന പ്രോഡക്ട്സ് CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് CH4. ഇത് എന്താണിത്? തെർമൽ ക്രാക്കിംഗ് അല്ലെങ്കിൽ താപീയ വിഘടനം. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. നിങ്ങൾ നോക്കുക, ഇവിടെ കാർബൺ എത്ര? 1 2 3. ഇവിടെ 1 2 3. ഒരു ക്ലൂ ആണ്. ഹൈഡ്രജൻ 3 2 5 3 8. ഇവിടെ 2 2 4 4 8. അത് കറക്റ്റായിട്ട് ഒത്തുവരുന്നോ? അങ്ങനെയുണ്ടെങ്കിൽ ഇതെന്താണ്? താപീയ വിഘടനമാണ്, തെർമൽ ക്രാക്കിംഗ് ആണ് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടുന്ന പ്രോഡക്റ്റ് വരുന്നത് എന്തായിരിക്കും? തീർച്ചയായിട്ടും ജ്വലനമായിരിക്കും, കമ്പഷൻ ആയിരിക്കും. അതേപോലെ ഇത് ഈ മോണോമർ, ഈ ഡബിൾ ബോണ്ട് മാറി സിംഗിൾ ബോണ്ടായി ഇങ്ങനെ വരുന്നത് പോളിമറൈസേഷൻ ആണ്. പിന്നെ അഡീഷൻ, ഇത് രണ്ടും കൂടെ ചേർന്ന് ഒറ്റ പ്രോഡക്റ്റ് കിട്ടുകയാണെങ്കിൽ അത് അഡീഷൻ ആണ്. ഇനി ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത് ഒന്ന് പോയി മറ്റൊന്ന് വരുന്നു. ഇവിടെ ക്ലോറിന് പകരം ചിലപ്പോൾ ബ്രോമിന് ചോദിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രോഡക്റ്റ് എന്തായിരിക്കും? CH3Br പ്ലസ് HBr. അപ്പൊ ഇത്രയും നിങ്ങൾക്കറിയാമെങ്കിൽ ഈ രാസപ്രവർത്തനങ്ങൾ ഇത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ മറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും, ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ. ഇനി ഈ ചാപ്റ്ററിൽ എക്സാമിന് വരാൻ സാധ്യതയുള്ളത് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് മെഥനോൾ. 2 ആൽക്കഹോളുകളാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. മെഥനോളിന്റെ വേറൊരു പേരെന്താണ്? വുഡ് സ്പിരിറ്റ്. എഥനോള് ഗ്രേപ്പ് സ്പിരിറ്റ്. ഇപ്പൊ മെഥനോളിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ, ഹൗ വിൽ യു പ്രിപ്പയർ മെഥനോൾ ഇൻഡസ്ട്രിയലി? വ്യാവസായിക അടിസ്ഥാനത്തിൽ മെഥനോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഉണ്ടാക്കാം? ഇവിടെ കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജനുമായി ചേർക്കുമ്പോൾ by treating carbon monoxide and hydrogen in presence of catalyst at 573 Kelvin and 200 atm pressure, methanol is obtained. ഇവിടെ നിങ്ങളൊന്ന് ചിന്തിക്കണം, ഇതിനൊരു ക്ലൂ ആയിട്ട് ചിന്തിക്കുക. കാർബൺ മോണോക്സൈഡ് നിങ്ങൾക്കറിയാം പോയിസണസ് ഗ്യാസ് ആണ്. മെഥനോൾ നിങ്ങൾക്കറിയാം എന്താണ്? അതും പോയിസണസ് ആണ്. അപ്പോൾ ഒരു പോയിസണെ ഉണ്ടാക്കാൻ വേറൊരു പോയിസണസ് ആണ്. ഇതിൻ്റെ കൂടെ ഹൈഡ്രജൻ, ഈ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. CO plus 2H2 gives CH3OH. കാറ്റലിസ്റ്റ് എന്താണെന്ന് പറയുന്നില്ല, പുസ്തകത്തിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇത് എഴുതിയാണ്. അടുത്തത് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എഥനോൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം എഥനോളിന് ഒരുപാട് വ്യാവസായിക പ്രാധാന്യമുണ്ട്. അത് ബിവറേജ് ഒന്നും അല്ല, അതല്ല മെയിൻ. അതിൻ്റെ ആസ് എ ഫ്യൂവൽ, പിന്നെ കുറേ ഓർഗാനിക് കോമ്പൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ, അങ്ങനെ പല യൂസസും ഉണ്ട്. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പ്രിപ്പറേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ എടുക്കുന്നത് മൊളാസസിൽ നിന്നാണ്. എന്താണ് മൊളാസസ്? മൊളാസസ് ഈസ് ദ മദർ ലിക്വർ ലെഫ്റ്റ് ബിഹൈൻഡ് ആഫ്റ്റർ ദ സെപ്പറേഷൻ ഓഫ് ഷുഗർ ക്രിസ്റ്റൽസ് ഡ്യൂറിങ് ദ മാനുഫാക്ചർ ഓഫ് ഷുഗർ.
ഇവിടെ 2 ഘട്ടമായിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. നമ്മൾ ഈ മൊളാസസിൽ ഫെർമെന്റ് ചെയ്യിപ്പിക്കും, ഈസ്റ്റ് ആഡ് ചെയ്തിട്ട്. നമുക്കറിയാം ഷുഗർ എന്ന് പറയുന്നത് എന്താണ്? C12H22O11 ആണ് സൂക്രോസ് ഷുഗർ. ഇതിൽ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യും, വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്യും. ഈ ഡൈല്യൂട്ട് സൊല്യൂഷനിലാണ് ഈസ്റ്റ് ഇടുന്നത്. ഈസ്റ്റ് ഇടുമ്പോൾ ഈസ്റ്റിലുള്ള 2 എൻസൈംസ്, ഇൻവെർട്ടേസും സൈമേസും, അതിലെ ഇൻവെർട്ടേസ് ഫസ്റ്റിൽ തന്നെ ഡൈല്യൂട്ട് ചെയ്ത ഷുഗർ സൊല്യൂഷനിൽ പ്രവർത്തിച്ച് ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടും. ഗ്ലൂക്കോസിന്റെ ഫോർമുല C6H12O6, ഇതും C6H12O6. ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാമല്ലോ. മോളിക്കുലർ ഫോർമുല സെയിം ആണ്, സ്ട്രക്ചർ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇതെന്താണ്? ഐസോമേഴ്സ് ആണ്. നമുക്ക് ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടുന്നു. ഇതിൽ C6H12O6 ഗ്ലൂക്കോസ് ആകട്ടെ ഫ്രക്ടോസ് ആകട്ടെ അതിൽ സൈമേസ് എന്ന് പറയുന്ന എൻസൈം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എത്തനോൾ. എത്തനോളിന്റെ ഫോർമുല C2H5OH പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. അതുകൊണ്ടാണ് ഈ ആൽക്കഹോൾ ഉണ്ടാക്കുമ്പോൾ ഇത് നുരയും പതയും പോലെ പൊങ്ങി വരുന്നത് കാണാം. അത് അതിന്റെ കാരണം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇവിടെ. അപ്പൊ ഇങ്ങനെ കിട്ടുന്നതിന് പറയുന്ന പേര് വാഷ് എന്നാണ്. ഈ വാഷ് എന്ന് പറയുന്നത് ഇപ്പൊ ഇങ്ങനെ നമ്മൾ മൊളാസസിൽ നിന്നുണ്ടാക്കുന്ന ആൽക്കഹോള് വാഷ് എന്നറിയപ്പെടുന്നു. അത് 8 to 10% ആണ്. ഇതിനെ നമ്മൾ 95.6% ആക്കി എടുത്താൽ അത് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നു. ഇനി 99.5% ആണെങ്കിൽ അത് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നറിയപ്പെടുന്നു. ഇതിൽ നമ്മൾ പെട്രോൾ ചേർത്താൽ അത് പവർ ആൽക്കഹോൾ എന്ന് അറിയപ്പെടുന്നു. ഇതും ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരാം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വരാൻ സാധ്യത 95.6% റെക്ടിഫൈഡ് സ്പിരിറ്റിനോടൊപ്പം ചിലപ്പോൾ മെഥനോൾ പോലെയുള്ള പോയിസണസ് സബ്സ്റ്റൻസോ അല്ലെങ്കിൽ റബ്ബർ ഡിസ്റ്റിലേറ്റ്, പിറിഡിൻ തുടങ്ങിയ വസ്തുക്കൾ ചേർത്ത് ഇതിന്റെ നേച്ചർ ഒന്ന് മാറ്റിവെക്കും. എന്തിനാ നേച്ചർ മാറ്റുന്നത്? അല്ലെങ്കിൽ ആൾക്കാർ അത് മദ്യപാനത്തിനായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിന്റെ നേച്ചർ മാറ്റിവെക്കും. അതിന് പറഞ്ഞ ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്ന് പറയും. അപ്പോൾ ഡീനേച്ചേർഡ് സ്പിരിറ്റ് ഇപ്പം സാധാരണയായിട്ട് മെത്തിലേറ്റഡ് സ്പിരിറ്റ് എന്നൊക്കെ എഴുതി വെച്ചേക്കും. മെത്തിലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ മെഥനോൾ ആഡ് ചെയ്ത എഥനോളാണ്, അല്ലെങ്കിൽ സ്പിരിറ്റിൽ മെഥനോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്? അത് കുടിച്ചു കഴിഞ്ഞാൽ പോയിസണസ് ആണ്. അത് കണ്ണിന്റെ കാഴ്ച പോവും, അല്ലെങ്കിൽ ആള് തന്നെ പോകാൻ സാധ്യതയുണ്ട് ഈ മെഥനോൾ. അപ്പൊ ഇവിടെ അതും പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്തിനാണ് ഡീനേച്ചർ ചെയ്യുന്നത്? മദ്യപാനത്തിനായിട്ട് ദുരുപയോഗം ചെയ്യാതിരിക്കാനാണ് അതിനെ ഡീനേച്ചർ ചെയ്യുന്നത്. അടുത്തത് വരാൻ സാധ്യതയുള്ളത് മാനുഫാക്ചർ ഓഫ് എഥനോയിക് ആസിഡ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എഥനോയിക് ആസിഡ്. Ethanoic acid is manufactured by treating methanol with carbon monoxide in presence of a catalyst. CH3OH മെഥനോളും കാർബൺ മോണോക്സൈഡും നിങ്ങൾക്കറിയാം, അത് രണ്ടും പോയിസണസ് ആണ്. ഈ 2 വസ്തുക്കൾ ചേർത്താണ് നമുക്ക് കിട്ടുന്ന എഥനോയിക് ആസിഡ്. എഥനോയിക് ആസിഡിന്റെ വേറൊരു പേരാണ് അസറ്റിക് ആസിഡ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് വിനേഗർ. വാട്ട് ഈസ് വിനേഗർ? ഹൗ ഈസ് ഇറ്റ് പ്രിപ്പയർഡ്? വിനേഗർ അസറ്റിക് ആസിഡ് 5 to 8% സ്ട്രോങ് അസറ്റിക് ആസിഡ് ആണ് വിനേഗർ എന്ന് പറഞ്ഞാൽ. അസറ്റിക് ആസിഡിൽ വെള്ളം ചേർത്താൽ നമുക്ക് വിനേഗർ കിട്ടും. വിനേഗർ ക്യാൻ ഓൾസോ ബി പ്രിപ്പയർഡ് ബൈ ദ ഫെർമെന്റേഷൻ ഓഫ് എഥനോൾ ഇൻ എയർ, ഇൻ പ്രസൻസ് ഓഫ് എയർ, യൂസിങ് ദ ബാക്ടീരിയ അസറ്റോബാക്ടർ. ഇത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാനാണ് എസ്റ്റർ. എസ്റ്റർ ഫോർമേഷൻ ഏതെങ്കിലും തരത്തിൽ മണമുള്ള പൂക്കളുടെ മണം അല്ലെങ്കിൽ പഴങ്ങളുടെ മണം ഒക്കെയുള്ള വസ്തു ഉണ്ടാകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് എസ്റ്ററിൻ്റെ ഫോർമേഷൻ? ഏതെങ്കിലും ഒരു കാർബോക്സിലിക് ആസിഡും ഒരു ആൽക്കഹോളും ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എസ്റ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് എഥനോയിക് ആസിഡ് ആണ്, CH3COOH. അതും CH3CH2OH. ഇങ്ങനെ തിരിച്ച് എഴുതുന്നത് എളുപ്പത്തിനാണ്. കാരണം ഇതിലെ എച്ചും ഇതിലെ OHും ചേർന്ന് നമുക്ക് H2 ആണ് ഒരു പ്രോഡക്റ്റ്. അതിന്റെ ബാക്കി നമ്മൾ സ്ട്രെയിറ്റ് അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ CH3COOCH2CH3 ഈതയിൽ എഥനേറ്റ് കിട്ടുന്നു പ്ലസ് വാട്ടർ. അപ്പോൾ ഇവിടെ എസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം
പല പഴങ്ങളുടെ മണം, പല പൂക്കളുടെ ഗന്ധം ഒക്കെയുള്ള എസ്റ്റേഴ്സ് ഉണ്ട്. അത് എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്? നമ്മൾ എടുക്കുന്ന ആസിഡിന്റെ കാർബോക്സിലിക് ആസിഡിന്റെ വ്യത്യാസമോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ആൽക്കഹോളിന്റെ വ്യത്യാസമോ അനുസരിച്ച് വ്യത്യസ്ത മണമുള്ള വസ്തുക്കൾ ഉണ്ടാകുന്നുണ്ട്. ഇത് നിങ്ങൾക്കറിയാം, ഏതൊക്കെ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നുണ്ട്? ഈ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിലുണ്ട്. അതേപോലെ തന്നെ എസൻസ് ഒക്കെ ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇനി വരാൻ സാധ്യതയുള്ള ഒരു പോർഷൻ സോപ്പ്. ഇനി സോപ്പ് എങ്ങനെ വസ്ത്രങ്ങളെ വൃത്തിയാക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ അഴുക്കുകളെ നീക്കം ചെയ്യുന്നു എന്നൊരു ചോദ്യം വരാം. ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ്. Soap has a non-polar end that dissolves in oil and a polar end that dissolves in water. The hydrocarbon part dissolves in oil and the other ionic part dissolves in water. Thus, soap removes the dirt from the clothes. Moreover, soap reduces surface tension. അതായത് സോപ്പ് പ്രതലബലം കുറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നൂലിഴകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അഴുക്കുകളെ നീക്കം ചെയ്യാൻ കഴിയുകയും കംപ്ലീറ്റ് തുണിയെ വെറ്റ് ചെയ്യിപ്പിക്കാൻ, അതായത് നനയ്ക്കാൻ കഴിയുകയും ചെയ്യും. സോപ്പ് റെഡ്യൂസസ് സർഫസ് ടെൻഷൻ, സോ ഇറ്റ് വെറ്റ്സ് ദ ക്ലോത്ത്. സർഫസ് ടെൻഷൻ അതായത് പ്രതലബലം സോപ്പ് കുറയ്ക്കുന്നത് കൊണ്ട് തുണിയുടെ ഓരോ ഇഴകളിലേക്കും ഇറങ്ങിച്ചെന്ന തുണിയെ നനയ്ക്കാനും അതുകൊണ്ട് സാധ്യമാകുന്നു. ഇനി ഈ സോപ്പിൻ്റെ മാനുഫാക്ചറിങ്ങിന് പറയുന്ന പേരാണ് ഹോട്ട് പ്രോസസ്. മറ്റൊരു ക്വസ്റ്റ്യൻ വരാം. ഡിറ്റർജൻസ് ആർ സോൾട്സ് ഓഫ് സൾഫോണിക് ആസിഡ്. സോപ്സ് ആർ സോൾട്സ് ഓഫ് ഫാറ്റി ആസിഡ്സ്. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം ചിലപ്പോൾ ചോദിക്കാം. ഈ സോപ്പ് പ്രകൃതിക്ക് അനുകൂലമാണ്, അതായത് വാട്ടർ പൊല്യൂഷൻ അധികം ഉണ്ടാക്കുന്നില്ല. എന്നാൽ ഡിറ്റർജൻസ് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്, കാരണം ജലജീവികൾക്ക് അത് ദോഷകരമായി ബാധിക്കുന്നുണ്ട്. എന്നാൽ ഹാർഡ് വാട്ടറിൽ പതയുന്നത് ഡിറ്റർജൻ്റാണ്. സോപ്പ് ഹാർഡ് വാട്ടറിൽ അത്ര പതയുന്നില്ല, കാരണം സോപ്പുമായിട്ട് ചേർന്നാൽ ഹാർഡ് വാട്ടറിൽ ഒരു അൺഡിസോൾഡ് സോൾട്ട് ഉണ്ടാക്കുന്നു. അതേസമയത്ത് ഡിറ്റർജൻറ്റ് അങ്ങനെയുള്ള ഒരു സോൾട്ട് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ രണ്ടിനും മെറിറ്റ്സും ഉണ്ട്, ഡിമെറിറ്റ്സും ഉണ്ട്. ഇത്രയുമൊക്കെയാണ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.